ഹായ് ഗീസ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് രണ്ട് അടിപൊളി സെൽഫ് ഫീഡിങ് ആപ്ലിക്കേഷൻസിനെയാണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ആ ഒരു സെയിം കമ്പനിയുടെ മറ്റു ആപ്ലിക്കേഷൻസിൽ നിന്ന് പേയ്മെൻറ്റ് എടുത്തിട്ടുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഒരുപാട് പേയ്മെൻറ്റ് ഇവരുടെ തന്നെ വേറെ ആപ്ലിക്കേഷൻസിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഡയറക്റ്റ് തന്നെ ബാങ്കിലോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതും കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് വിഡ്രോയിൽ വരുന്നത് ഈ ഒരു പേയു ക്വിക്ക് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനോടാണ്. അതായത് കുറച്ച് ചേഞ്ച് ഉണ്ട്. വേറൊരു ഈ ഒരു വാലറ്റിലോട്ടാണ് നമ്മൾ വിഡ്രോ ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഒരുപാട് പേയ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് ഒക്കെ എടുത്തിട്ട് കറക്റ്റായിട്ട് ഞാൻ ബാങ്കിലോട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ആൽഫ മസിൽ സെൻറ്റർ എന്നാണ്. അപ്പം ആപ്ലിക്കേഷൻ പേര് നോക്കേണ്ട. ഇതിൽ നിങ്ങൾക്ക് ചെറിയ ടാസ്കുകൾ വരുന്നുണ്ട്. ഈ ഒരു ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഡെയിലി ചെറിയ ഏണിങ്സ് എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഫിറ്റ്നസ് പോയിൻറ്റ് സ്റ്റാർട്ട് രണ്ടും സെയിം കമ്പനിയുടെ ആപ്ലിക്കേഷനാണ്. അപ്പം ഇതിൽ നിന്ന് ഇത് ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ചാനലിലൂടെ. ഓക്കെ, പക്ഷേ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ആപ്പും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെയിലി ചെറിയ ഏണിങ്സ് നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാൻ മുമ്പായിട്ട് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് കാര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതുപോലെ പുതിയ ലൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടായിരിക്കും നമ്മൾ ഇടുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ നമ്മൾ പ്രൂഫ് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, മിക്കതിലും ഇടാറില്ല. അപ്പം എന്താണ് ആ ഒരു പ്രൂഫ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ ആയിരിക്കും നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാവരും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യണം, നേരെ വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ആൽഫ മസിൽ സെൻറ്റർ ഇതായി കാണുന്നതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റഫറൽ കോഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സോ ഇവിടെ ആയിട്ട് ഞാൻ താഴായിട്ട് കോഡ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോഡ് എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ അതിന് ശേഷം ആപ്ലിക്കേഷൻ ഹോം പേജിൽ ഇതുപോലെ വരുന്നതായിരിക്കും. വേറെ സൈന പ്രോസസ്സ് കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അതായത് മൊബൈൽ നമ്പർ കൊടുക്കാനോ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷനൊന്നും വരുന്നില്ല. ഓക്കെ, സോ ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഹോം പേജ്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇതിലെ ടാസ്കുകൾ ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ മുമ്പത്തെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. അതായത് ഇവിടെ ആയിട്ട് നമുക്കിപ്പോൾ ഒരു ഐ ബട്ടൺസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടാസ്കുകൾ വരുന്നത് വെച്ചാൽ ഈ രണ്ട് സെക്ഷൻ, ഈ ഒരു ചെസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ, അതുപോലെ തന്നെ ബൈസെപ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇതിൽ ആണ് ടാസ്കുകൾ വരുന്നത്. ജസ്റ്റ് ഒന്നുമില്ല, വെറുതെ നോക്കിയിരുന്നാൽ മതി. അപ്പോൾ ഞാൻ ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റാൾ ടാസ്ക് കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്നും ആദ്യം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കില്ല. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ കംപ്ലീറ്റ് ആകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. ഞാൻ കാണിച്ചാൽ കംപ്ലീറ്റ് ആവാത്തതാണ്, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആഡ് വരും. ഓക്കെ, അപ്പോൾ ഒരു ആഡ് വരും. ആഡ് വന്ന് താഴെ മുകളിൽ ആഡ് വരും. അതിനുശേഷം ഇവിടെ ആയിട്ട് സംഭവം ലോഡ് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, അത് ഫുൾ ആവുന്ന വരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഇതിന് മുകളിലായിട്ട് നിങ്ങൾ കാണാൻ പറ്റും എത്ര നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ആ ഒരു ബാർ കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു ബാർ നിങ്ങൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യുക. ഏറ്റവും അവസാനത്തെ ആ ഒരു റെഡ് വരുന്നത് ഇൻസ്റ്റാൾ ടാസ്ക് ആണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇനി 2 ഇൻസ്റ്റാൾ ടാസ്ക് ആണ് വരുന്നത്. അപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ട് ഇവിടെ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ജസ്റ്റ് വ്യൂ ചെയ്യേണ്ട ടാസ്ക് ഒരെണ്ണം കൂടിയേ ഉള്ളൂ. അതായത് കംപ്ലീറ്റ് ചെയ്യാണ്, കാണാൻ പറ്റും. അത് ഫുള്ളാവുന്നുണ്ട്. ഫുള്ളായി കഴിഞ്ഞാൽ ഈ ഒരു ടാസ്കും കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് വരുന്നത് ഇൻസ്റ്റാൾ ടാസ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കാണാൻ പറ്റും അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇത്ര ആയിട്ട് അത് ഇവിടെ ഗ്രീൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയെന്നാണ്. സോ റെഡി, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് രണ്ട് സെക്ഷനാണുള്ളത്. 2 സെക്ഷനിൽ ഇൻസ്റ്റാൾ ടാസ്ക് മാത്രമേ ഇനി വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും നിങ്ങൾ ഇവിടെ രണ്ടിടത്ത് നിങ്ങൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണതാണ് കേട്ടോ ഫുള്ള്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വിഡ്രോയിലൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആദ്യമേ കംപ്ലീറ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് അങ്ങനെ കംപ്ലീറ്റ് ആക്കാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻസ്റ്റാൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ടാസ്ക് എന്ന് മനസ്സിലാവുന്നത് അവിടെ ആയിട്ടൊരു ഇൻസ്റ്റാൾ ബട്ടൺ കാണാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ആ ഒരു ഇൻസ്റ്റാൾ ടാസ്ക്, അതായത് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇൻസ്റ്റാളാണ് ചെയ്യേണ്ടത്. നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ലോഡായതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ജസ്റ്റ് ഫുള്ളി ലോഡാവുക. അതിനുശേഷം താഴായിട്ട് ഇപ്പം ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു ആഡല്ല. ഓക്കെ, അത് പ്ലേ സ്റ്റോറിൻ്റെ ആഡല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ലേൺ മോറിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ലേൺ മോറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് ആ ഒരു ക്രോമിലോട്ട് പോകാനുള്ള ഒരു ബട്ടൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, പ്ലേ സ്റ്റോറിൽ നിന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് റിസൾട്ട് കാണാൻ പറ്റും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നേരെ പ്ലേ സ്റ്റോറിലോട്ട് റീഡയറക്റ്റ് ആവും. ഓക്കെ, സോ ഇവിടെ നിന്ന് നിങ്ങൾ ജസ്റ്റ് ഒരു 1 KB ആപ്പ് എന്നങ്ങനെ സെർച്ച് ചെയ്യുക. ഓക്കെ, 1 KB ആപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം KB മാത്രം സൈസ് വരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് ഇൻസ്റ്റാൾ ആവും. പെട്ടെന്ന് ഇൻസ്റ്റാൾ ആയതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളൊരു 5-10 സെക്കൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ബാക്ക് അടിച്ച് പോവുക. ബാക്ക് ക്ലിക്ക് ചെയ്ത് പോവുക. ഓക്കെ, ജസ്റ്റ് അതുപോലെ ബാക്ക് പോവുക. ഓക്കെ,
ഞാൻ ബാക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, സക്സസ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ഗ്രീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിന് ശേഷം ഇവിടെ ബൈസെപ്സിലും ഒരു ഇൻസ്റ്റാൾ ടാസ്ക് കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡറിൽ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ വ്യൂ ചെയ്യുന്ന ടാസ്ക് മാത്രം ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഓക്കെ, അതിന് ശേഷം ഇവിടെ വന്നിട്ട് ഈ ഒരു ഇൻസ്റ്റാൾ ടാസ്ക് കൂടി ഉണ്ട്. അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ലൈവായിട്ട് തന്നെ വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വിഡ്രോ ചെയ്യാനായിട്ട് താഴെ ഒരു ഗിഫ്റ്റ് ബോക്സ് വന്നിട്ടുള്ളത് കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ടാസ്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടും ആ ഒരു ഗിഫ്റ്റ് ബോക്സ് കാണുന്നില്ല. അതിൽ ജസ്റ്റ് ആപ്പ് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത്, അതായത് ഫുള്ള് റീസെൻറ്റ് ആപ്സിൽ നിന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് നിങ്ങളൊന്നുകൂടി ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഇവിടെ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറഞ്ഞ വിഡ്രോയിൽ വരുന്നത് ഈ ഒരു ആപ്ലിക്കേഷനോട്ടാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സിമ്പിളാണ്. അതായത് നിങ്ങൾ ജസ്റ്റ് മൊബൈൽ നമ്പർ OTP കൊടുക്കുക, അത്ര മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് വിഡ്രോ അക്കൗണ്ട് ക്രിയേറ്റ് ആകും. അതിന് ശേഷം നിങ്ങൾക്ക് KYC കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അതിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ആ ഒരു മൊബൈൽ നമ്പറിലോട്ടാണ് നിങ്ങൾ, അതായത് ആ ഒരു നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എൻ്റർ ചെയ്യാണ്. ശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈവായിട്ട് പേയ്മെൻറ്റ് കയറുന്ന കാണാൻ പറ്റും. ദമ്മുകളായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 2 rupees റിസീവ് ആയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ഒരു ആപ്പിൽ കയറിയിട്ട് തന്നെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഇതിൽ നിന്ന് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ഇതിൽ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ആപ്പിൽ കയറിയിട്ട് പേയ്മെൻറ്റ് കയറിയിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ കാണാൻ പറ്റും 2 rupees ആഡ് ആയിട്ടുണ്ടെന്ന് കാണാം. ഓക്കെ, അപ്പോൾ തന്നെ ആപ്പിൻ്റെ പേരും കാര്യങ്ങളും ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പേര് ഫിറ്റ്നസ് പോയിന്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. ജസ്റ്റ് എൻ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എൻ്ററിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ട് ഇങ്ങനെ വരുന്നത്. ഓക്കെ, സ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഞാൻ കുറച്ച് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എനിക്ക് ഇൻസ്റ്റാൾ ടാസ്ക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഗ്രീൻ ലൈൻ കണ്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. ഈ ഒരു ബ്ലൂ വരുന്നത് ഇൻസ്റ്റാൾ ടാസ്ക് ആണ്. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് 2 ഇൻസ്റ്റാൾ ടാസ്ക് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അടുത്തത് കണ്ടില്ല, ഇതൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ ആയിട്ട് വീണ്ടും ഒരു ഇൻസ്റ്റാൾ ടാസ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അത് ഈ ഒരു ഇൻസ്റ്റാൾ ടാസ്ക് ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഞാനിപ്പോൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇത് കാണാൻ പറ്റും. അപ്പോൾ അതായത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് മറ്റേ ആപ്ലിക്കേഷൻ ഉള്ള പോലെ തന്നെയാണ്. ജസ്റ്റ് കുറച്ച് സമയം ഓപ്പൺ ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിപ്പോൾ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ. 1 മിനിറ്റ്. ശരി, ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ താഴെയായിട്ട് മുകളിലും താഴെയായിട്ട് ആഡ് വരും. അപ്പോൾ താഴെയായിട്ടൊരു ലോഡിങ് സംഭവം ഇത് ലോഡാവുന്ന കാണാൻ പറ്റും. ജസ്റ്റ് അതായത് ഫുള്ളാവണം. ഓക്കെ, ഒരു കൗണ്ടിന്, അതായത് സംഭവം അറ്റം വരെ എത്തണം. അപ്പോൾ അറ്റം വരെ എത്തുമ്പോൾ അത് കംപ്ലീറ്റ് ആകും. ആയിട്ടൊരു ടിക്ക് വരും. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും അത് കംപ്ലീറ്റ് ആയി. അതിനുശേഷം ബാക്ക് അടിക്കുക. ഓക്കെ, സിമ്പിൾ ടാസ്ക്കാണ് വരുന്നത്. അടുത്ത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പം അതായത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചിരുന്നില്ല. ഇനി എനിക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ജസ്റ്റ് ഒരു വിഡ്രോ ചെയ്യണം. അപ്പോൾ 1 രൂപയായിരിക്കും നമ്മൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതായത് നമ്മൾ 2 ഇൻസ്റ്റാൾ ടാസ്ക് ഉണ്ട്. അപ്പോൾ അവിടെ വരെ കംപ്ലീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 2 രൂപ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ 1 രൂപ. ജസ്റ്റ് റിഡീം ലെവൽ ക്ലിക്ക് ചെയ്യാണ്. റിഡീം ചെയ്യാൻ നോക്കുകയാണ്. അവിടെ നമ്പർ എൻ്റർ ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് ആ ഒരു നമ്പർ എൻ്റർ ചെയ്തു. അതിനുശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നോക്കാം പേയ്മെൻറ്റ് ലൈവ് ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറും. ഓക്കെ, കാണാൻ പറ്റും. ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു എമൗണ്ട് കയറേണ്ട 1 രൂപയാണ് കയറിയത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഇൻസ്റ്റാൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കാണാം ആ ഒരു എമൗണ്ട് കയറിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വീണ്ടും ആ ഒരു ആപ്പ് ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അൺലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാൻ പറ്റും ആ ഒരു ബാലൻസ് കറക്റ്റായിട്ട് ആ ഒരു എമൗണ്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ബാലൻസ് 3 rupees ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാം. 1 രൂപ പോലും ടാക്സോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ട്രാൻസ്ഫർ ബാലൻസിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ഇപ്പോൾ ഞാൻ ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ആഡ് പേ ഔട്ട് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്ന് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക. അതിനുശേഷം വിഡ്രോ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ 3 rupees ആണുള്ളത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തു. 3 എൻ്റർ ചെയ്തു. സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ കാണാൻ പറ്റും ട്രാൻസ്ഫർ പെൻഡിങ് ആണ്. അത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരു പേയ്മെൻറ്റ് നമ്മുടെ ബാങ്കിലോട്ട് കയറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ 2 ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾ ഡെയിലി സിമ്പിളായിട്ട് ഒരു 4 rupees നിങ്ങൾ സിമ്പിളായിട്ട് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം 2 ആപ്ലിക്കേഷൻസ് ആണ് എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോത്തുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ എന്തെങ്കിലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.